അപ്പോൾ നമ്മുടെ റെയ്യുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ വരികയാണ്. അപ്പം നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ സാധാരണ ചോക്ലേറ്റ്സ് ആണ് പണ്ടൊക്കെ കൊടുത്തു വിടുക. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ അതൊന്നും പറ്റില്ല അല്ലേ. നമ്മൾ എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കൊടുക്കുക എന്ന രീതിയിലാണല്ലോ. അപ്പം നമ്മൾ അവൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മളെന്താ വാങ്ങിയിരിക്കുന്നത്, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളതെല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ. തലേ ദിവസം ഞാനും റെയ്യും കൂടെ. അപ്പോൾ റെയ്യ് കാണണ്ടേ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മളെല്ലാ സാധനവും വാങ്ങി. നമ്മൾ പെൻസിൽ സെറ്റ് ഓഫ് പെൻസിൽസ് വാങ്ങി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്താ വാങ്ങിച്ചേ, എടുത്തേ നമ്മൾ ഇതുപോലത്തെ റബ്ബറാണ് വാങ്ങിച്ചല്ലേ. ഓക്കെ, ഇതാ വാങ്ങിച്ചേ. ഓക്കെ, കാണിച്ചോളൂ. ഇതുപോലെയുള്ള റബ്ബർ, നമ്മളൊരു പെൻസിലും റബ്ബറും. ഓക്കെ, അതാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. റബ്ബർ എങ്ങനെയാന്ന് കാണിച്ചേ, അതെങ്ങനെയാന്നല്ലേ. ഓക്കെ, പിന്നെ ഇതും ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു പെൻസിൽ പിന്നെ ഇതും ഉണ്ടാവും. ഇത് പിന്നെ പൊട്ടിയതാ, അതായത് ഇതിനുള്ള കട്ടർ ഒളിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഇതാ ഒരു ക്യാപ്പ് വെച്ചതാ. അപ്പോൾ ഈ ഒരു പെൻസിൽ സെറ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ റബ്ബറും കിട്ടി, കട്ടറും കിട്ടി. അപ്പോൾ അത് റെയ്യുവിന് ഒരുപാട് കിട്ടി കേട്ടോ. ഇതൊക്കെ റെയ്യു. അപ്പോൾ റെയ്യുവിൻ്റെ ക്ലാസ്സിൽ ഏകദേശം 37 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ കൂടെ ഇനി ഇതൊക്കെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്കി പെൻസിൽസൊക്കെ അവൻ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയാണ് കേട്ടോ ഞങ്ങളുടെ ഈ കലാപരിപാടി. എന്തായാലും രാജേഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരം പോക്കിന് ഇതും എടുത്തു വെച്ച് അങ്ങിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തു വെക്കുന്നത്. അങ്ങനെ എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി. പിന്നെ റെയ്യും അതിനെ കൊണ്ട് എല്ലാം ഒരു സൈഡ് നിരത്തി വെച്ച് കളിക്കുകയാണ് കേട്ടോ. അവനും ഒരു രസം, എനിക്കും ഒരു രസം. ഇത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റിന് പകരം കൊടുക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കൊടുക്കുക. അത്രമാത്രം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ 2 പേരും ചേർന്ന് കുറേ നേരം അതിൻ്റെ മുകളിൽ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അത് വെച്ച് കുറേ നേരം കളിച്ചു. അവനിങ്ങനെ നിരത്തി കളിച്ചു. ഞാൻ അത് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് ചുമ്മാ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടൊപ്പം സ്പെൻഡ് ചെയ്തു, അത്ര തന്നെ. പിന്നെ എല്ലാം ബോക്സിലേക്ക് പാക്ക് ചെയ്തു കേട്ടോ. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവന് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകേണ്ട ഒരു ഇൻട്രസ്റ്റ് അതൊന്നും കൂടുതലായിരുന്നു കേട്ടോ. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നാണ് നമ്മുടെ റെയ്യുവിൻ്റെ ബർത്ത്ഡേ. സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവൻ വന്നിട്ടുള്ള വിഷയം, റെയ്യു സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഇത് 3 ഗിഫ്റ്റ് കൊണ്ടാ വന്നത്. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കേട്ടോ. വേറെ ആരാ ബസ്സിലെ ചേച്ചിമാരാ? പിന്നെ ആൻവിയ കുറെ തന്നു. പിന്നെ അർച്ചിത ഒന്ന് തന്നു. ഓക്കെ, ആൻവിയ, അർച്ചിത പിന്നെ എനിക്കില്ല 3 ഉണ്ട്, 3 ഉണ്ട്. അത് പിന്നെ അതല്ല ആൻവിയ 2 തന്നാ. അവരൊക്കെ ഹാപ്പി ബർത്ത്ഡേ എഴുതി തന്നു കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ. ഒരു കുട്ടി ഹാപ്പി ബർത്ത്ഡേയും കുറേ ലവും ബട്ടർഫ്ലൈയും ഒക്കെ വരച്ചിട്ട് തന്നിട്ടുണ്ട്. വേറൊരാൾ ഇതാ കണ്ണും മൂക്കൊക്കെ വരച്ച് ബർത്ത്ഡേ ബോയ് എന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ മക്കളല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. റെയ്യിന് കിട്ടിയ ഗിഫ്റ്റ് ചെയ്തല്ലേ. റെയ്യോ ഒക്കെ കൊണ്ടാക്കും കേട്ടോ. അവന് കിട്ടിയ സാധനങ്ങളൊക്കെ അവൻ നല്ലപോലെ സൂക്ഷിക്കും അല്ലേ. റൈറ്റ്, ബർത്ത്ഡേ ആഘോഷിച്ചാ. ബർത്ത്ഡേ ബോയ് ആയിരുന്നു ഞങ്ങളെ ബർത്ത്ഡേ ബോയ്. ഇതാട്ടോ, ഇതിൽ അവൻ എല്ലാരും കൊണ്ടുവന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനവും അവൻ കഴിച്ച മുട്ടേന്റെ തോട് നല്ല വൃത്തിയാക്കി കഴുകി സെല്ലോ ടാപ്പ് ഇട്ട് കൊണ്ടാച്ചിരിക്കട്ടോ. മാസങ്ങളായി. ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഇവിടെ. നേരമായപ്പോൾ എൻ്റെ ട്യൂഷൻ ടൈം ആയിട്ടോ. അങ്ങനെ അവൻ്റെ ചേച്ചിമാരൊക്കെ അവനിങ്ങനെ ഓരോരോ കുഞ്ഞു സാധനങ്ങളൊക്കെ ഗിഫ്റ്റായി കൊണ്ടുവന്നു. അതൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു റെയ്യും. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ ഇതുപോലെ കുഞ്ഞു സാധനങ്ങളല്ലേ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഞാനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത് അതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഇതുപോലെ കിട്ടുന്ന കുട്ടി ഗിഫ്റ്റാണ് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള. കുട്ടികൾക്കല്ലേ ശരിക്കും കുട്ടികളുടെ ഇഷ്ടം കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നല്ല കുഞ്ഞു ഗിഫ്റ്റുകൾ കിട്ടി. അതുപോലെ കുഞ്ഞു ബർത്ത്ഡേ കാർഡ്സ് വിത്ത് റൈറ്റിങ്സും ഒക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ട്യൂഷനൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് വന്നു കേട്ടോ. അച്ഛൻ്റെ വകയുള്ളൊരു സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ.
ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടോയ് കാർ ബസ്സൊക്കെ. അതുകൊണ്ട് ഇത്തവണ നമ്മൾ കാർ ഷേപ്പ് കേക്ക് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കും ഞങ്ങൾ ബർത്ത്ഡേ ഇതായിട്ട് വരാൻ പറ്റിയില്ല കേട്ടോ, കാരണം ലീവില്ലാത്ത ദിവസമല്ലേ. സോ രാജേഷ് ചേട്ടന് പോലും എത്താൻ പറ്റിയിട്ടില്ല, ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവന് പിള്ളേരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഇവരോടൊപ്പം ചേർന്നിട്ടാകുമ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാവരും അവൻ ക്ഷണിച്ച് വരുത്തിയതാണ് കേട്ടോ ബർത്ത്ഡേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു പ്രീ പ്ലാനും കാര്യവും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് കഴിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് തമ്മ എന്ന് പറഞ്ഞു. വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, പക്ഷെ ഞാൻ എന്തുണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അവരുടെ സന്തോഷം കണ്ട് ഞാനും സന്തോഷിച്ചു കേട്ടോ.